നമസ്കാരം. മുംബൈ ഭീകരാക്രമണത്തിലെ കൊടും ഭീകരനായ അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടുന്നതിലുൾപ്പെടെ വളരെ നിർണായകമായ പല ദൗത്യങ്ങളിലും മുഖ്യ ചുമതല വഹിച്ച ഉദ്യോഗസ്ഥൻ NIA തലപ്പത്തേക്ക് എത്തുകയാണ്. ഡോക്ടർ സദാനന്ദ് വസന്ത് ദത്തെ എന്ന മഹാരാഷ്ട്ര കേഡർ IPS ഓഫീസറാണ് രാജ്യത്തെ തന്ത്രപ്രധാന കുറ്റാന്വേഷണ ഏജൻസിയായ NIA തലപ്പത്തേക്ക് എത്തുന്നത്. നിശ്ചയദാർഢ്യവും ജോലിയിലെ സമർപ്പണ ബോധവും തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതും. മഹാരാഷ്ട്ര കേഡറിലെ 1990 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ സദാനന്ദ് വസന്ത് ദത്തെ ദിനകർ ഗുപ്തയുടെ പിൻഗാമിയായിട്ടാണ് NIA തലവനായി എത്തുന്നത്. നിലവിൽ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ മേധാവിയാണ് അദ്ദേഹം. NIA നേതൃസ്ഥാനത്ത് 2026 ഡിസംബർ 31 വരെയായിരിക്കും സദാനന്ദ് വസന്തിന്റെ കാലാവധി ഉണ്ടായിരിക്കുക. അദ്ദേഹം പലപ്പോഴും ഇതിനു മുൻപ് ചില അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സംഭവമായിരുന്നു മുംബൈ ഭീകരാക്രമണമെന്ന്. ഈ ആക്രമണ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ സദാനന്ദ് വസന്തയും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള കാമ ആശുപത്രിയിൽ ഭീകരർ ബന്ദികളാക്കിയവരെ സദാനന്ദ് വസന്തയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുരക്ഷിതരായി പുറത്തെത്തിച്ചത്. ബന്ദികളെ മനുഷ്യ കവചമായി സുരക്ഷാ സേനയെ പ്രതിരോധത്തിലാക്കാനുള്ള ഭീകരരുടെ തന്ത്രം പൊളിച്ചതും ഈ നീക്കം തന്നെയായിരുന്നു. മുംബൈ ഭീകരാക്രമണം മാത്രമല്ല, മറിച്ച് മുംബൈയിലെ അധോലോകത്തിലെ രവി പൂജാരെ ഉൾപ്പെടെയുള്ള ആളുകളെ കുടുക്കിയതിലുമൊക്കെ ഈ ഉദ്യോഗസ്ഥന് നിർണായകമായ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ NIA തലവനായി മറ്റൊരു ധീരനായ ഉദ്യോഗസ്ഥനെത്തുന്നു. ഡോക്ടർ സദാനന്ദ് വസന്ത് ദത്തയെ കുറിച്ചുള്ള ആർട്ടിക്കിളുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും മറ്റുമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.